ഉറപ്പിക്കാറായിട്ടില്ല, ഒന്നും ഉറപ്പിക്കാറായിട്ടില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്ലേ ഓഫുകളിലേക്ക് ഒരു ഫോട്ടോ ഫിനിഷ് വന്നു കഴിഞ്ഞാൽ ഞെട്ടേണ്ട കാര്യമില്ല. കാരണം കൊൽക്കത്ത കളം പിടിക്കാൻ കളത്തിൽ ഇങ്ങനെ നിറഞ്ഞു കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുടരെ 4ാമത്തെ വിജയം. അടിവാരത്തെ ഇത്തവണത്തെ ഏറ്റവും സ്ട്രോങ് ടീം ആയിരിക്കുമെന്ന് വിധി എഴുതിയെടുത്തുന്നത് കൊൽക്കത്തയുടെ വമ്പൻ തിരിച്ചുവരവാണ്. കൊൽക്കത്ത ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ, അവരുടെ രക്തത്തിൽ ഇതുപോലുള്ള തിരിച്ചുവരവിന്റെ ചരിത്രങ്ങൾ ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ളതാണ്. തിരിച്ചു വന്ന് കപ്പടിച്ച ചരിത്രം വരെ കൊൽക്കത്തയ്ക്കുള്ളതാണ്. ആ ചരിത്രം ആവർത്തിക്കാൻ രഹാനയുടെ ഈ കറുത്ത കുതിരകൾക്ക് ഈ തവണ കഴിയുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഡൽഹി ക്യാപിറ്റൽസ് ഇന്ന് എന്തൊക്കെയാണ് കാണിച്ചത്? ഡൽഹിയുടെ ബാറ്റിംഗ് നിര കംപ്ലീറ്റ്ലി തകർന്നു. ബൗളിംഗ് നിരയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ സെൻസിബിൾ ക്യാപ്റ്റൻ അക്സർ പട്ടേലിന്റെ ഇന്നിങ്സ് ഉൾപ്പെടെ ഒരിടങ്ങളിലും അവർക്ക് ഒരു അഗ്രഷൻ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കൊൽക്കത്തയുടെ ബാറ്റിംഗ് നിരയുടെ കരുത്തായിട്ട് ഫിന്നലൻ വരുമ്പോൾ കൊൽക്കത്തേന്റെ ബൗളിംഗ് കാണുമ്പോഴാണ് ഞാൻ പറയുന്നത് പ്ലേ ഓഫ് സ്പോട്ടുകളിലേക്ക് കൊൽക്കത്ത എത്തിക്കഴിഞ്ഞാൽ ഞെട്ടേണ്ട കാര്യമില്ലെന്ന്. കാർത്തിക് ത്യാഗി, വരുൺ ചക്രവർത്തി, സുനിൽ നരേൻ തുടങ്ങി ഓരോ ബൗളർമാരും അവരുടേതായ പ്രകടനങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. കോടികൾ വാങ്ങി സ്വന്തമാക്കിയിട്ടുള്ള കാമറൂൺ ഗ്രീന്റെ ഭാഗത്തുനിന്നും ഇപ്പം ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് കൊൽക്കത്ത. ഫിന്നലനൊക്കെ ഈ ഒരു ഫോമിൽ അങ്ങോട്ട് തിളങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്താകും സംഭവിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ബാറ്റിംഗ് നിരയും ആ ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നു. ബൗളിംഗ് നിര ഗംഭീര ആത്മവിശ്വാസത്തിൽ. എന്തായാലും കൊൽക്കത്തേനെ പേടിക്കണം, പേടിച്ചേ മതിയാവും. പ്ലേ ഓഫ് സ്പോട്ടിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ടീമുകൾ ബാക്ക് ടു ബാക്ക് പരാജയങ്ങളുമായിട്ടൊന്ന് ആടി ഉലയുന്ന സമയത്ത് പിൻനിരയിൽ നിന്ന് അടിവാരത്ത് നിന്നുള്ള ചില ടീമുകൾ ആക്സലറേറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ ഇപ്പം പറയാ, പ്ലേ ഓഫ് സ്പോട്ട് 4 പേരെ നമുക്കങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. ഇതുവരെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലേ ഓഫിൽ ഉറപ്പിക്കുന്ന ടീമുകളായിരുന്നു ബാംഗ്ലൂർ, പഞ്ചാബ്, ഹൈദരാബാദ്, രാജസ്ഥാൻ തുടങ്ങിയ ടീമുകൾ. ഇവരിൽ ആര് താഴേക്ക് പോകും, ആരൊക്കെ മുകളിലേക്ക് വരും? കൊൽക്കത്ത, ചെന്നൈ, ഗുജറാത്ത് തുടങ്ങിയ ടീമുകളെ നമുക്ക് താഴേക്ക് തള്ളി മാറ്റാൻ പറ്റൂല. ഇവർ 3 പേരും പ്ലേ ഓഫ് സ്പോട്ടിൽ അത്രമാത്രം ശക്തമായിട്ട് മുന്നിട്ടിറങ്ങി തന്നെ നിൽക്കുകയാണ്. എന്താ തോന്നുന്നത്? ഒരു സർപ്രൈസ് ഫാക്ടർ പ്ലേ ഓഫുകളിലേക്ക് എത്തുമോ? കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ടേ. എനിവേ, കൊൽക്കത്ത കിഡിലൻ കംബാക്ക് ആണ്. ഈ കംബാക്ക് തുടരട്ടെ. കൊൽക്കത്ത ഫാൻസ് ഹാപ്പിയാണോ?